ഇന്ന് മാർച്ച് 18. ഇന്നേക്ക് 155 വർഷങ്ങൾക്ക് മുമ്പ് ലോക ചരിത്രത്തെ പിടിച്ചുലച്ച ഒരു മഹാവിസ്ഫോടനം നടന്നു. അതെ, സാധാരണക്കാരായ തൊഴിലാളികൾ ഒരു നഗരത്തിന്റെ അധികാരം പിടിച്ചെടുത്ത് തൊഴിലാളി സർക്കാർ രൂപീകരിച്ചതായി പ്രഖ്യാപിച്ച ദിവസം. തോക്കുകൾക്കും പീരങ്കികൾക്കും മുമ്പിൽ പതറാതെ പുതിയൊരു ലോകം സ്വപ്നം കണ്ട മനുഷ്യരുടെ കഥയാണ്. അതെ, പാരീസ് കമ്മ്യൂണിന്റെ കഥ മാർച്ച് 18 നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആയിരത്തി 1871 പാരീസ് നഗരം കലുഷിതമാണ്. ഫ്രാൻസും ഇന്നത്തെ ജർമ്മനിയായ പ്രഷ്യയും തമ്മിൽ യുദ്ധം കഴിഞ്ഞ് തോറ്റു തൊപ്പിയിട്ടിരിക്കുന്ന കാലം. നാട് പട്ടിണിയിലാണ്. സാധാരണക്കാരായ ജനങ്ങൾ പട്ടിണി കിടന്ന് പൊറുതിമുട്ടി. പണക്കാരും ഭരണാധികാരികളും ഒളിവിൽ പോയി. നാഷണൽ ഗാർഡ് എന്നറിയപ്പെടുന്ന സാധാരണക്കാരായ തൊഴിലാളികൾ നിറത്തോക്കുമായി ഫ്രാൻസിന്റെ രക്ഷയ്ക്കായി രംഗത്ത് വന്നു. കഥ മാറുന്നത് മാർച്ച് 18-നാണ്. ആയുധമേന്തിയ സാധാരണക്കാരായ തൊഴിലാളികൾ തങ്ങൾക്ക് ഭീഷണിയാകുമെന്ന് ഫ്രഞ്ച് സർക്കാർ ഭയപ്പെടുന്നു. അവർ പാതിരാത്രി തന്നെ പീരങ്കികളുമായി പാരീസിലെ ഉയർന്ന പ്രദേശമായ മൗണ്ട് ട്രയിലെത്തുന്നു. രാത്രിയിൽ തന്നെ പട്ടാളക്കാർ അണിനിരക്കുന്നു. നേരം പുലർന്നപ്പോൾ പീരങ്കികൾക്ക് മുന്നിൽ അണിനിരുന്നത് സാധാരണക്കാരായ തൊഴിലാളികളായ സ്ത്രീകളായിരുന്നു. അവർ പട്ടാളക്കാരോട് ചോദിച്ചു, നിങ്ങളുടെ സഹോദരങ്ങളെയല്ലേ നിങ്ങൾ കൊല്ലാൻ പോകുന്നത് എന്ന്. പട്ടാളക്കാർ സാധാരണക്കാരായ തൊഴിലാളികളോടൊപ്പം നിന്നു. ജനറൽ ആജ്ഞാപിച്ചു. പക്ഷേ പട്ടാളക്കാർ സാധാരണക്കാരായ തൊഴിലാളികളോടൊപ്പം നിന്നു. അതെ, മാർച്ച് 18 പാരീസിന്റെ തെരുവോരങ്ങളിൽ ചെങ്കൊടികൾ ഉയർന്നു. വെറും 72 ദിവസത്തെ ആയുസ് മാത്രമാണ് ആ സർക്കാരിനുണ്ടായതെങ്കിലും ചരിത്രപരമായ ഒട്ടേറെ മാറ്റങ്ങൾ അവിടെ വരുത്തി. സൗജന്യമായ വിദ്യാഭ്യാസ മേഖല സർക്കാർ ഏറ്റെടുത്തു. പാവപ്പെട്ട തൊഴിലാളികളുടെ കടം പൂർണ്ണമായി എഴുതിത്തള്ളി. രാത്രി ജോലി അവസാനിപ്പിച്ചു. സമത്വസുന്ദരമായ ഒരു 72 ദിവസങ്ങളാണ് അവിടെ കടന്നുപോയത്. ആ സന്തോഷം അധികകാലം നീണ്ടുനിന്നില്ല. ഫ്രഞ്ച് ഭരണകൂടം വലിയൊരു സേനയുമായി തിരിച്ചു വന്നു. സാധാരണക്കാരായ തൊഴിലാളികളെ കൊന്നുതള്ളി. ചരിത്രം ഇതിനെ രേഖപ്പെടുത്തുന്നത് രക്തരൂഷിതമായ ആഴ്ച എന്നാണ്. ബ്ലഡി വീക്ക്. എല്ലാ തൊഴിലാളികളെയും കൊന്നൊടുക്കി ആ വിപ്ലവം അവിടെ അവസാനിച്ചു എന്ന് ശത്രുക്കൾ വിലയിരുത്തി. പക്ഷേ കാൾ മാർക്സ് അന്ന് കുറിച്ചു, പാരീസ് കമ്മ്യൂൺ ഇല്ലാതായേക്കാം, പക്ഷേ അതിൻ്റെ തത്വങ്ങൾ ശാശ്വതമാണ്. അത് ലോകം മുഴുവൻ പടരും. പാരീസ് കമ്മ്യൂണിൻ്റെ ഓർമ്മ പുതുക്കുമ്പോൾ നമ്മൾ ആ 72 ദിവസത്തെ ഭരണത്തെയല്ല ഓർക്കേണ്ടത്. മാറ്റം സാധ്യമാണെന്ന് നമുക്ക് കാണിച്ചു തന്ന തൊഴിലാളി വർഗത്തിൻ്റെ ധീരതയാണ്, ആ സാധാരണക്കാരായ മനുഷ്യരുടെ ധീരതയെ. അതെ, അടിച്ചമർത്തപ്പെടുന്ന ലോകത്തിലെ എല്ലാ തൊഴിലാളി വർഗത്തിനും ഇന്നും ആവേശമാണ് പാരീസ് കമ്മ്യൂൺ.